ഇന്ന് ചിലരുടെയൊക്കെ ജീവിതം നോക്കിയാൽ ഇരുളിൻ്റെ അവസ്ഥയിലാണ്. എല്ലാറ്റിനോടും ഒരു മടുപ്പ് തോന്നുന്ന അവസ്ഥ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, ഒന്നിനോടും താല്പര്യം തോന്നാത്ത ഒരവസ്ഥ. ഇരുട്ടിൻ്റെ അനുഭവങ്ങളാണ് രോഗം, ഇല്ലായ്മ, ദാരിദ്ര്യം, ഒറ്റപ്പെടൽ, വേദനകൾ, കണ്ണുനീരുകൾ എല്ലാം. എപ്പോഴാണ് ഇരുള് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്? വെളിച്ചത്തിൽ നിന്ന് നാം അകലുമ്പോഴാണ് ഇരുള് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. വെളിച്ചം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ നിന്ന് നാം അകലും തോറും ഇരുൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അന്ധകാരത്തിൽ കിടന്ന ജനം, ഇരുളിൽ കിടന്ന ജനം, തെറ്റിൻ്റെ വഴിയെ നടന്ന ജനം, ദൈവത്തെ അറിയാതെ ജീവിച്ച ജനം, തൻ്റെ ഇഷ്ടപ്രകാരങ്ങളിൽ ജീവിച്ചിരുന്ന ജനം, ആ ജനത്തിൻ്റെ ഇടയിലേക്ക് യേശു വരികയാണ്. പ്രകാശമാകുന്ന യേശു നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഇരുളിൻ്റെ അവസ്ഥകൾ മാറിപ്പോകും. ലോകത്തിലേക്ക് വന്ന യഥാർത്ഥ വെളിച്ചം യേശുവാണ്. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു. ആ പ്രകാശത്തെങ്കിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. അതെ, യേശുവിനെ ആ പ്രകാശത്തിലേക്ക് നാം അടുക്കും തോറും നമ്മുടെ ജീവിതത്തിലെ ഇരുളിൻ്റെ അവസ്ഥകൾ മാറിപ്പോകും. ആ പ്രകാശം നമ്മിൽ പ്രതിഫലിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. നമ്മുടെ ഇരുളടഞ്ഞ ഇടങ്ങളിൽ നമുക്ക് വെളിച്ചം വീശും. അതുകൊണ്ട് നമുക്ക് കർത്താവിങ്കിലേക്ക് അടുത്ത് ചെല്ലാം. എന്നാൽ അവിടുന്ന് നമ്മോടും അടുത്ത് വരും. അവിടുത്തെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ ഓടിപ്പോകും.